സോ ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മൾ ഇന്ന് ഇവിടെ ബാലൻസ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമ്മൾ ബേസിക് ആയിട്ട് നമ്മുടെ എന്താ പറയുന്നത് ഐഡന്റിഫിക്കേഷൻ ഡേറ്റ് എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലായി. അതിൽ അഡീഷണൽ ആയിട്ട് നമുക്ക് മൈരീറ്റൽ സ്റ്റാറ്റസ്, ആ ഒരാൾ മാരീഡ് ആണോ അല്ലയോ എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ആൻഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു റിലീജിയൻ എന്ന് പറയുന്നത് എഴുതുന്നത് മാൻഡേറ്ററി ആണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഐഡന്റിഫിക്കേഷൻ ഡേറ്റിൽ നമ്മൾ ആളോട് പേര് ചോദിക്കാം, ആളുടെ ഏജ്, സെക്സ്, ഐ പി നമ്പർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ഫുൾ നെയിം തന്നെ ചോദിച്ചറിയാം. പിന്നെ ഏതാണ് വാർഡ്, ഡയഗ്നോസിസ്, എഡ്യൂക്കേഷൻ, ഒക്കുപേഷൻ, ഡേറ്റ് ഓഫ് അഡ്മിഷൻ, ഡേറ്റ് ഓഫ് കെയർ സ്റ്റാർട്ടഡ്, ഡേറ്റ് ഓഫ് കെയർ എൻഡ്, അതുപോലെ തന്നെ ഇനി അഡ്രസ് ആണ് വരുന്നത്. ഓക്കെ, ആ ഒരു ഐഡന്റിഫിക്കേഷൻ ഡേറ്റയുടെ പാർട്ട് കഴിഞ്ഞിട്ട് അടുത്തത് വരുന്നതാണ് ചീഫ് കംപ്ലയിൻസ് എന്ന് പറയുന്നത്. നോട്ട് ചെയ്തോളൂ, ചീഫ് കംപ്ലയിൻസ് എന്ന് പറയുന്ന ഒരു പാർട്ടാണ് നമ്മൾ വരുന്നത്. സോ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പേഷ്യന്റ് ഒരിക്കലും എന്താണ് ഡയഗ്നോസിസ് ഓൾറെഡി അറിഞ്ഞിട്ടായിരിക്കില്ല ചില പേഷ്യൻസ് അഡ്മിറ്റ് ആവുന്നത്. ഓക്കെ, നമ്മൾ ഈ ചീഫ് കംപ്ലയിൻസിൽ ഒരിക്കലും നമ്മൾ ആ ഒരാളുടെ ഡയഗ്നോസിസ് എഴുതാനായിട്ട് പാടില്ല. ആ ഒരു പേഷ്യന്റ്, ഫോർ എക്സാമ്പിൾ ട്യൂബർകുലോസിസ് ഉള്ള ഒരു പേഷ്യന്റ് പൊതുവെ വരുന്നത്, ഇപ്പം ട്യൂബർകുലോസിന്റെ മലയാളമാണ് ക്ഷയരോഗം എന്ന് പറയുന്നത്. അതായത് നല്ല ചുമയുണ്ടാവും, ഏകദേശം 2-3 ആഴ്ചയിൽ അധികം നല്ല ചുമയുണ്ടാവും. അതുപോലെ തന്നെ ആ ഒരു ചുമയിൽ കഫം ഉണ്ടാവും, സ്പ്യൂട്ടും ഉണ്ടാവും. അതുപോലെ തന്നെ രാത്രി നല്ലപോലെ സ്വെറ്റ് ചെയ്യും, നല്ലപോലെ വിയർക്കും. അതുപോലെ തന്നെ ഫീവർ, അതുപോലെ തന്നെ വിശപ്പില്ലായ്മ. ഇത്രയും കാര്യങ്ങളാണ് ആളുടെ ആ ഒരു സൈൻസ് ആൻഡ് സിംറ്റംസ് എന്ന് പറയുന്നത്. അതിനുശേഷമായിരിക്കാം നമ്മൾ ഈ ഒരു സിംറ്റംസ് വെച്ച് ഡോക്ടർ ആയിരിക്കും ഡയഗ്നോസ് ചെയ്യുന്നത്. ഒരിക്കലും നമ്മളല്ല. നമ്മുടെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് കെയർ കൊടുക്കുക എന്നാണ്. സോ ഈ ചീഫ് കംപ്ലയിൻസിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇങ്ങനെയായിരിക്കണം തുടങ്ങാൻ. മിസ്റ്റർ കുമാരസ്വാമി, അല്ലെങ്കിൽ ഏതൊരു പേഷ്യന്റ് ആണോ, കുമാരസ്വാമി, എ 67-year-old അഡ്മിറ്റഡ് ഇൻ ഏത് ഹോസ്പിറ്റലാണ്, ഇപ്പോൾ ലൂർദ് ഹോസ്പിറ്റലാണോ ഏതൊരു ഹോസ്പിറ്റലാണോ. സോ മിസ്റ്റർ കുമാരസ്വാമി 67-year-old അഡ്മിറ്റഡ് ഇൻ, ഓക്കെ, ഇപ്പൊ ലൂർദ് ഹോസ്പിറ്റൽ ഓൺ ഏത് ഡേറ്റിലാണ് ആൾ അഡ്മിറ്റ് ചെയ്ത്, ഇപ്പോൾ ഓൺ 25/6/2025 അങ്ങനെയാണ് അഡ്മിറ്റ് ആയത്. അറ്റ് 11:18 AM, അതായത് അല്ലെങ്കിൽ 11:30 AM, വിത്ത് ചീഫ് കംപ്ലയിൻസ് ഓഫ് പെർസിസ്റ്റന്റ് കഫ് ഫോർ മോർ ദാൻ 2 to 3 weeks, കഫ് വിത്ത് സ്പ്യൂട്ടം, ഫീവർ, നൈറ്റ് സ്വെറ്റ്സ് ആൻഡ് ലോസ് ഓഫ് അപ്പറ്റൈറ്റ്. ഇങ്ങനെ വേണം നമ്മൾ ചീഫ് കംപ്ലയിൻസ് എഴുതാൻ. ഒരിക്കലും നമ്മൾ ഡയഗ്നോസിസ് ഉള്ളത് എഴുതാനായിട്ട് പാടില്ല. ഇങ്ങനെ വേണം എഴുതാൻ. ആദ്യം ആളുടെ പേര് മിസ്റ്റർ കുമാരസ്വാമി, അതിനുശേഷം ആളുടെ ഏജ്, എ 67-year-old അഡ്മിറ്റഡ് ഇൻ, എവിടെയാണ് അഡ്മിറ്റ് ചെയ്തത്, ഏത് ഹോസ്പിറ്റലാണ്, ഇപ്പോൾ ലൂർദ് ഹോസ്പിറ്റലോ അല്ലെങ്കിൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലോ, ഓൺ ഏത് ഡേറ്റ് ആണ്, ഓൺ 25/6/2025, അറ്റ് ഏത് ടൈം, 10 AM 10 PM എന്തായിരിക്കട്ടെ, വിത്ത് ദ ചീഫ് കംപ്ലയിൻസ് ഓഫ്, എന്തൊക്കെ ചീഫ് കംപ്ലയിൻസ് ഉണ്ടോ അതൊക്കെ നമ്മൾ പേഷ്യന്റിനോട് ചോദിച്ചറിയാം. നേരിട്ട് ചോദിച്ചറിയാതെ നമ്മൾ തന്നെ എല്ലാ TB പേഷ്യന്റിനും സെയിം ആയിട്ടുള്ള സിംറ്റംസ് ആയിരിക്കത്തില്ല. സോ അതുകൊണ്ട് നിങ്ങൾ ക്ലിയർ ആയിട്ട് ചോദിച്ചറിയാം. ഓഫ് പെർസിസ്റ്റന്റ് കഫ് ഫോർ മോർ ദാൻ 2 to 3 weeks. ആ ആൾക്ക്, ഇപ്പൊ എൻ്റെ ഒരു പേഷ്യന്റിന് 2-3 ആഴ്ചയായിട്ട് തുടർച്ചയായിട്ട് ചുമയുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചുമയിൽ സ്പ്യൂട്ടം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫീവർ ഉണ്ടായിരുന്നു, നൈറ്റ് സ്വെറ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വിശപ്പില്ലായ്മ, ലോസ് ഓഫ് അപ്പറ്റൈറ്റും ഉണ്ടായിരുന്നു. സോ നമുക്കിത് എങ്ങനെയാണ് ക്ലിയർ ആയിട്ട് എഴുതുന്നതെന്ന് ഞാൻ ബാക്ക് ക്യാമിൽ കാണിച്ചു തരാം. ഓക്കെ, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഓക്കെ, സോ ഇങ്ങനെ വേണം എഴുതാൻ. ഞാൻ ഡേറ്റ് ഇതിൽ മെൻഷൻ ചെയ്തിട്ടില്ല. മിസ്റ്റർ കുമാരസ്വാമി 67-year-old അഡ്മിറ്റഡ് ഓൺ ഭവാനി ഹോസ്പിറ്റൽ ഓൺ, ഏതാണ് ആ ഒരു ഡേറ്റ്, ഏതാണ്, അറ്റ് 11:18 AM, വിത്ത് ചീഫ് കംപ്ലയിൻസ് ഓഫ്. എന്തൊക്കെ ചീഫ് കംപ്ലയിൻസ് ഉണ്ടോ അതൊക്കെ നമ്മൾ മെൻഷൻ ചെയ്യണം. ഇങ്ങനെ വേണം നമ്മളൊരു ചീഫ് കംപ്ലയിൻസ് എഴുതാനായിട്ട്. ഇപ്പോൾ വേറൊരു കണ്ടീഷന്റെയും ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. അത് മെനഞ്ചൈറ്റിസിന്റെ ഇത് കമ്മ്യൂണിക്കബിൾ, ഈ TB മെനഞ്ചൈറ്റിസ് ഒക്കെ വരുന്നത് കമ്മ്യൂണിക്കബിൾ ആണ്. സോ ഇത് കണ്ടോ, ഇതും അങ്ങനെ തന്നെയാണ് എഴുതുന്നത്. മിസ് ഫേബ വാസ് അഡ്മിറ്റഡ് ഇൻ ഭവാനി ഗവൺമെന്റ് ഹോസ്പിറ്റൽ. ഏത് ഡേറ്റ് ആണ്, അത് 10 AM, വിത്ത് ചീഫ് കംപ്ലയിൻസ് ഓഫ് ഹൈ ഫീവർ, സിവിയർ ഹെഡേക്ക്, നെക്ക് സ്റ്റിഫ്നെസ്, നോസിയ ആൻഡ് വോമിറ്റിംഗ്. സോ ഇങ്ങനെ വേണം നമ്മൾ ഏതൊരു കേസിന്റെയും ചീഫ് കംപ്ലയിൻസ് എഴുതാനായിട്ട്. സോ അത് നിങ്ങൾ തെറ്റിക്കാനായിട്ട് പാടില്ല. ഓക്കെ, നമ്മൾ ചീഫ് കംപ്ലയിൻസ് എഴുതിയ ശേഷം എഴുതേണ്ടതാണ് പ്രസന്റ് മെഡിക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഈ പ്രസന്റ് മെഡിക്കൽ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൽ ചീഫ് കംപ്ലയിൻസ് അതേപടി തന്നെ ആ ഒരു പ്രസന്റ് മെഡിക്കൽ ഹിസ്റ്ററിയിൽ ആ ഒരു സെന്റൻസ് അല്ലെങ്കിൽ ആ ഒരു പാരഗ്രാഫ് കംപ്ലീറ്റ് എഴുതുക. അതായത് മിസ്റ്റർ കുമാരസ്വാമി 67-year-old അഡ്മിറ്റഡ് ഇൻ ഭവാനി ഓർ എനി ഹോസ്പിറ്റൽ, അത് നിങ്ങളുടെ ഇഷ്ടമാണ്, ഏതൊരു ഹോസ്പിറ്റൽ ആണെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നിടത്തോ നിങ്ങൾ ഡ്യൂട്ടി ചെയ്യുന്നിടത്തോ, ഓൺ ഏത് ഡേറ്റ് ആണ്, അറ്റ് ഏത് ടൈമാണ്, വിത്ത് ചീഫ് കംപ്ലയിൻസ് ഓഫ് പെർസിസ്റ്റന്റ് കഫ് ഫോർ മോർ ദാൻ 2 to 3 weeks, കഫ് വിത്ത് സ്പ്യൂട്ടം, ഫീവർ, നൈറ്റ് സ്വെറ്റ്സ് ആൻഡ് ലോസ് ഓഫ് അപ്പറ്റൈറ്റ്. ഇത്രയും നിങ്ങൾ അതേപടി തന്നെ പ്രസന്റ് മെഡിക്കൽ ഹിസ്റ്ററിയിൽ എഴുതുക. അതിനുശേഷമാണ് ഹി അണ്ടർഗോൺ സർട്ടൻ ഇൻവെസ്റ്റിഗേഷൻ, അതായത് അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, ഡോക്ടർ അഡ്വൈസ് ടു ഡു സർട്ടൻ ഇൻവെസ്റ്റിഗേഷൻ, അങ്ങനെ നിങ്ങൾക്ക് എഴുതാം. അല്ലെങ്കിൽ ഹി അണ്ടർഗോൺ സർട്ടൻ ഇൻവെസ്റ്റിഗേഷൻ, അതായത് പല കാര്യങ്ങളുണ്ട്.
ഇതിൽ ആള് സ്പ്യൂട്ടം ടെസ്റ്റ്, ചെസ്റ്റ് എക്സ്റേ, ബ്ലഡ് ടെസ്റ്റ്, ബയോപ്സി എന്തൊക്കെ ഇൻവെസ്റ്റിഗേഷൻ ആണ് ആൾ അണ്ടർഗോ ചെയ്തത് അതൊക്കെ നമ്മൾ ചോദിച്ചറിഞ്ഞ് കേസ് ഷീറ്റിലോ എന്തൊക്കെ രീതിയിലാണോ നമുക്ക് അറിയാൻ പറ്റുന്ന ഇൻഫർമേഷൻ എല്ലാം കളക്ട് ചെയ്ത് നമ്മൾ എഴുതുക. എന്നിട്ട് ഈ ഡയഗ്നോസ് അവസാനം ഈ ഒരു ഇൻവെസ്റ്റിഗേഷനിലൂടെ പേഷ്യന്റിന് ഡോക്ടർ മനസ്സിലാക്കിയ ആൾക്ക് ട്യൂബർകുലോസിസ് ആണ്. ആൻഡ് ആള് എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ്, ഐ മീൻ മെഡിസിൻ്റെ ഡ്രഗിന്റെ നെയിം ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. ഓക്കെ, ആ ഒരു ഡ്രഗ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ he undergone treatment such as isoniazid, rifampicin, pyridoxine, ethambutol for intensive phase of 2 months എന്നൊക്കെ നമ്മൾ എഴുതുക. സോ ഇങ്ങനെയാണ് നിങ്ങൾ പ്രസന്റ് മെഡിക്കൽ ഹിസ്റ്ററി എഴുതുന്നത്. അത് ഞാൻ പാക്ടമിൽ കാണിച്ചു തരാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചീഫ് കംപ്ലയിൻസ് അതുപോലെ തന്നെ എഴുതുക. കുമാരസ്വാമി 67 year old അഡ്മിറ്റഡ് ഇൻ ഭവാനി ഹോസ്പിറ്റൽ, ഇത് തന്നെ അതിൽ തന്നെ എഴുതുക. എന്നിട്ടാണ് ഇതിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, ഹി അണ്ടർഗോൺ ഇൻവെസ്റ്റിഗേഷൻ ആട്ടോ, ഇൻവെസ്റ്റിഗേഷൻ സച്ച് ആസ് സ്പ്യൂട്ടം ടെസ്റ്റ്, ചെസ്റ്റ് എക്സ്റേ, ബ്ലഡ് ടെസ്റ്റ്, ബയോപ്സി ആൻഡ് he undergone and diagnosed as tuberculosis and which caused by അതൊന്നും അതിന്റെ ആവശ്യമൊന്നുമില്ല. എന്നിട്ട് he undergone treatment such as isoniazid, rifampicin, pyrazinamide, ethambutol for ഇതൊക്കെ ഓരോ ഇത് അനുസരിച്ചാണ് എഴുതുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ മെയിനായിട്ടും ശരിക്കും പറഞ്ഞാൽ ആ ഒരു പ്രസന്റ് മെഡിക്കൽ ഹിസ്റ്ററി അതുപോലെ തന്നെ ചീഫ് കംപ്ലയിൻസ് എഴുതുന്നത്. ആൻഡ് ഇത് നിങ്ങൾക്ക് വേറൊരു കണ്ടീഷനിലൂടെ ഞാൻ കാണിച്ചു തരാം. ഇത് ശരിക്കും പറഞ്ഞാൽ മെനഞ്ചൈറ്റിസിന് വേണ്ടിയാണ് ഇത് മെയിനായിട്ടും ഉള്ളത്. സോ മിസ് ഫേബ 18 year old അഡ്മിറ്റഡ്, ആ സെയിം കാര്യങ്ങൾ. അപ്പം ഡോക്ടർ അഡ്വൈസ് ടു അണ്ടർഗോൺ സെർട്ടൻ ഇൻവെസ്റ്റിഗേഷൻ സച്ച് ആസ് ഹിസ്റ്ററി കളക്ഷൻ, ഫിസിക്കൽ എക്സാമിനേഷൻ, ലംബാർ പഞ്ചർ, ബ്ലഡ് കൾച്ചർ, പിന്നെ CBC, MRI, ചെസ്റ്റ് എക്സ്റേ എന്തൊക്കെയാണ് ഇൻവെസ്റ്റിഗേഷൻ. എന്നിട്ട് ഷീ അണ്ടർഗോൺ ട്രീറ്റ്മെന്റ് സച്ച് ആസ് വാങ്കോമൈസിൻ, സെഫ്ട്രിക്സോൺ ഉണ്ട്. ആൻഡ് ഷീ ഡയഗ്നോസ് ആസ് വൈറൽ മെനിഞ്ചൈറ്റിസ് കോസ്ഡ് ബൈ എൻട്രോവൈറസസ്. സോ ഇത്രയാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഐഡന്റിഫിക്കേഷൻ ഡേറ്റ കളക്ട് ചെയ്തു, അതിനുശേഷം നമ്മൾ ചീഫ് കംപ്ലയിൻസ് എഴുതി, അതിനുശേഷമാണ് നമ്മൾ പ്രസന്റ് മെഡിക്കൽ ഹിസ്റ്ററി. ഓക്കെ, അത് നമ്മൾ എഴുതി. ഇതിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫീവർ ആണെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും ചീഫ് കംപ്ലയിൻസ് എഴുതുക? ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബീന എന്ന് പറഞ്ഞൊരു പേഷ്യന്റ് ആണ്. സോ മിസ് ബീന 25 year old അഡ്മിറ്റഡ് ഓൺ ലൂർദ് ഹോസ്പിറ്റൽ ഓർ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ഓൺ 25/4/2025 എന്താണ് അറ്റ് 10 AM വിത്ത് ചീഫ് കംപ്ലയിൻസ് ഓഫ് ഫീവറിന് സാധാരണ വരുന്ന സിംറ്റംസ് ഏതൊക്കെയാണ്? ഐ മീൻ ആളോട് ചോദിക്കാം കേട്ടോ. ഐ മീൻ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാണ്. വിത്ത് ഹൈ ഫീവർ, അതുപോലെ തന്നെ ചിൽസ് ആൻഡ് കോൾഡ് എക്സെട്ര, അതൊക്കെ നിങ്ങൾ എഴുതുക. അതിനുശേഷം നിങ്ങൾ പ്രസന്റ് മെഡിക്കൽ ഹിസ്റ്ററി എങ്ങനെയാണ് എഴുതുക അതുപോലെ തന്നെ നിങ്ങൾ ആ ഒരു ചീഫ് കംപ്ലയിൻസ് എഴുതിയിട്ട് ഡോക്ടർ അഡ്വൈസ് ടു ഡു സർട്ടൻ ഇൻവെസ്റ്റിഗേഷൻ. പൊതുവെ പനി വരുമ്പോൾ എന്താണ് നമ്മുടെ ബ്ലഡ് ടെസ്റ്റ്, CBC അതൊക്കെ എഴുതാനായിട്ട് പറയാം. എന്നിട്ട് ഷീ ഡയഗ്നോസ് ആസ് വൈറൽ ഫീവർ, പല ടൈപ്പ് ഓഫ് ഫീവർ ഉണ്ട്, വൈറൽ ഫീവർ. ആൻഡ് ഷീ അണ്ടർഗോൺ ട്രീറ്റ്മെന്റ് സച്ച് ആസ് അമോക്സിലിൻ, പാരസെറ്റമോൾ, അങ്ങനെയൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ പ്രസന്റ് മെഡിക്കൽ ഹിസ്റ്ററി എഴുതുന്നത്. സിമ്പിൾ ആയിട്ടുള്ളതാണ്. സോ നമുക്ക് അടുത്ത വീഡിയോയിലെ ബാലൻസ് കാര്യങ്ങളെ കുറിച്ച് അധികം നോക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. താങ്ക് യു.